ഇനി എന്താണ് ശശി തരൂർ ചെയ്യുക, എന്താണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഓപ്ഷൻ എന്നാണ് താങ്കൾ വിചാരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഈ വിഷയം ഈ നിലയിലായി ഒന്ന് ട്രൈ ചെയ്യുക, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടോ, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല അഭിലാഷേ, ശശി തരൂരിന് മുന്നിൽ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പോലെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. ശശി തരൂർ എന്ന് പറയുന്ന ഒരു കരിയറിസ്റ്റാണ്, ഒരു കരിയറിസ്റ്റ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ കരിയറിസ്റ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അധികാരമില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അതാണ് കരിയറിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം എന്ന് പറയുന്നത്. 2009 കോൺഗ്രസിന് ഭരണം കിട്ടുമെന്നുള്ള ഉറപ്പുള്ള സമയത്താണ് ശശി തരൂർ സോണിയാഗാന്ധി വഴി കോൺഗ്രസിലെത്തുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു, MP ആയി, കുറഞ്ഞൊരു കാലം കേന്ദ്രമന്ത്രിയായി. അതിനുശേഷം 2014 കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. ഈ അധികാരം നഷ്ടപ്പെടുമ്പോൾ കരിയറിസ്റ്റ് ആയിട്ടുള്ളൊരു നേതാവ് എന്ത് ചെയ്യാൻ കഴിയും? അല്ല, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ടു. രാഷ്ട്രീയത്തിൽ കരിയറിസ്റ്റുകൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആളുകൾ സന്യസിക്കാൻ വേണ്ടിയോ നാട് നന്നാക്കാൻ വേണ്ടിയോ ഒന്നും അല്ലല്ലോ രാഷ്ട്രീയത്തിൽ ചേർന്നത്. എല്ലാവരും കരിയറിസ്റ്റുകളാണ്. അത് അല്ല ശശി തരൂരിന്റെ സ്റ്റേച്ചർ വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്തോണ്ട് അല്ലല്ല, ശശി തരൂരിന്റെ സ്റ്റേച്ചർ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി തളികയിൽ എന്നതുപോലെ അവസരം കൊടുത്തേനെ. പൂർണ്ണമാക്കട്ടെ. അല്ല ഇപ്പൊ അഭിലാഷ്, ഞാനത് പൂർണ്ണമാക്കട്ടെ. നമ്മളെ ഒരു പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ ഏറിൽ ഒരു മാങ്ങ വീഴുന്നതല്ല രാഷ്ട്രീയം. അപ്പോൾ ഈ കരിയറിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ 2014 ശേഷം പിന്നെ കോൺഗ്രസിന് ആവശ്യമുള്ളത് സംഘടനാ ശേഷിയിലൂടെ ഇവോൾവ് ചെയ്തു വന്ന നേതൃത്വമാണ്, ആൾക്കാരെ വേണ്ടത്. അതാണ് KC വേണുഗോപാലിനെ ACC ജനറൽ സെക്രട്ടറി സെക്കൻഡ് ഇൻ കമാൻഡാക്കി. മറ്റു നേതാക്കൾ ഈ ഭരണം നഷ്ടപ്പെടും. ഭരണം ഉള്ളപ്പോൾ കരിയറിസ്റ്റുകൾ വേണം. ഇപ്പോൾ വിദേശകാര്യമന്ത്രിയാക്കാൻ കോൺഗ്രസിന് പറ്റിയ ആൾ ശശി തരൂരായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേറെ പുറത്തുള്ള ആളെ കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ ജയശങ്കറെ BJP വിദേശകാര്യമന്ത്രിയാക്കി. അദ്ദേഹം ഒരു വിദേശകാര്യ വിദഗ്ധനാണ്. പക്ഷേ BJP അധികാരമില്ലെങ്കിലോ ജയശങ്കർക്ക് അവിടെ ഒരു സീറ്റ് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇതാണ് ബേസിക് സംഭവം. അപ്പോൾ ഈ 2014 ശേഷം കോൺഗ്രസിന് വേണ്ടത് കരിയറിസ്റ്റുകളെല്ലാം മറിച്ച് ഓർഗനൈസേഷനിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന നേതാക്കളെയാണ്. അങ്ങനെയുള്ളൊരു നേതാക്കളുണ്ടെങ്കിൽ മാത്രമേ പിന്നെ പാർട്ടിയെ ക്യാരി ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ തരൂർ നേരിടുന്ന പ്രതിസന്ധി. പാർട്ടിക്ക് അധികാരം ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്താണ് പോസ്റ്റ്? അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന പോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ആയിട്ട് 1-2 പേരെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വരും. പിന്നെ കേരളത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് എന്നെ ഒരു 3 പേര് വിളിച്ചു. 3 എനിക്ക് വളരെ അടുപ്പമുള്ള 3 MLA-മാരെ PA-മാരെ വിളിച്ചത്. അതിലൊരു MLA, ആ MLA AICC സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഒരു കാര്യത്തിനുണ്ട് 6 തവണ ശശി തരൂരിനെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ നോക്കുക, ഈ MLA AICC സെക്രട്ടറിയാണ്. 6 തവണ ശശി തരൂരിനെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തെ ഫോൺ കിട്ടിയില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കും. KC വേണം വിളിച്ചു നോക്ക്. നെക്സ്റ്റ് സെക്കൻഡ് കോളിൽ അവർ എടുക്കും. രാഷ്ട്രീയ പരിസരത്തിലുള്ള ആളല്ലല്ലോ ശ്രീകുമാർ മനയിൽ ശശി തരൂർ. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു. അല്ല അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അല്ല ആയിക്കോട്ടെ, ശശി തരൂരിന് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? ശശി തരൂരിന് കേന്ദ്ര മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രി സ്ഥാനം ലഭിച്ചേനെ. അദ്ദേഹം BJP-യെ ചൂസ് ചെയ്തിരുന്നുവെങ്കിൽ 2014 ശേഷം ഏത് സമയത്തും ശശി തരൂരിന് ആ കോൾ എടുക്കാമായിരുന്നു. അദ്ദേഹം എടുത്തില്ലല്ലോ. എത്ര വലിയ രാഹുൽ ഗാന്ധി കൈവെള്ളയിൽ നടന്നിരുന്ന നേതാക്കളുണ്ടല്ലോ. ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ മിലിന്ദ് ദിയോറ വരെ, ഈ പറഞ്ഞ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച കോൺഗ്രസിലെ നെപ്പോ കിഡ്സ് മുഴുവൻ കൂടടക്കം BJP-യിൽ ചേർന്നു, മന്ത്രിമാരായി. രാഹുലിന്റെ കോർ ടീമിൽപ്പെട്ട എത്ര ആളുകൾ പോയി BJP-യിൽ ചേർന്നു? എത്രയോ നേതാക്കൾ. അതും ഇനി കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വാർ ഹോഴ്സുകൾ എടുക്കുക. ആരൊക്കെ? അശോക് ചവാൻ, SM കൃഷ്ണ മുതൽ എത്ര പേർ, എത്രയോ മുതിർന്ന നേതാക്കൾ, ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങി BJP-ക്ക് ഈ ഇന്ത്യയിൽ എണ്ണിപ്പറയാൻ കഴിയുന്ന മുഖ്യമന്ത്രിമാരെ എടുത്താൽ പോലും അതിൽ പഴയ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ 2010 ശേഷം അല്ലെങ്കിൽ 2014 ശേഷം കോൺഗ്രസിന്റെ പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട ഒരു പിടി നേതാക്കൾ BJP-യിലേക്ക് ചേർന്നപ്പോൾ ആ ഓഫർ അവിടെ ഉണ്ടായിട്ടും എല്ലാ തരത്തിലുമുള്ള പരിഗണന കിട്ടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ശശി തരൂർ കോൺഗ്രസിൽ തന്നെ നിന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ ആളുകളുടെ കൂടെ താരതമ്യം ചെയ്തിട്ട് എങ്ങനെ കരിയറിസ്റ്റ് എന്ന് വിളിക്കും? അല്ല, എൻ്റെ അഭിലാഷ്, നിങ്ങൾക്ക് ഈ പൊളിറ്റിക്സിനെ കുറിച്ചൊരു ധാരണയില്ലേ? കേരളത്തിൽ നിന്ന് ജയിച്ചൊരു MP, കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ജനങ്ങൾക്കിടയിൽ സമ്മതിയുള്ളൊരു അത്യാവശ്യം അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ BJP-യിലേക്ക് എങ്ങനെ പോകും? ജ്യോതിരാദിത്യ സിന്ധ്യ പോലെയാണോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശമന്ത്രി ഇത് പറയുന്നത് മുഴുവൻ കേക്ക്. ഇല്ലില്ല, എൻ്റെ സുഹൃത്ത്, ഇത് മുഴുവൻ പറയുന്നത് കേക്ക്. ശശി തരൂരിൻ്റെ രാഷ്ട്രീയം, കേരളമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം ആ നിമിഷം അവസാനിക്കുകയാണ്. ശശി തരൂരിൻ്റെ കേരളത്തിലെ മോഹങ്ങളായിട്ടാണ് അദ്ദേഹം വന്നത്.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മലയാളി എന്ന രീതിയിലും കേരളത്തിലെ കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലും കേരളത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ജന അക്സെപ്റ്റൻസ് കിട്ടൂ, വേറൊരു സ്റ്റേറ്റിലും കിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. അങ്ങനെ മണ്ടനായതുകൊണ്ടല്ല നിങ്ങൾ അറിയുന്ന രാഷ്ട്രീയമല്ല ശശി തരൂർ കളിക്കുന്നത്. ശശി തരൂർ കരിയറിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പോയി രാഷ്ട്രീയക്കാർക്ക് എന്തിനാണ് അത്തരത്തിലുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബി.ജെ.പിക്ക് ഇപ്പൊ കേരളത്തിലാണ് ഉമ്മൻചാണ്ടി ആവശ്യം. രാജ്യസഭയിൽ ഇപ്പൊ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരിക്കുന്നത് ഏത് പൊതുജന പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്? നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ധനമന്ത്രിയായിരിക്കുന്നത് ഏത് പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്? രാജ്യസഭാ റൂട്ട് വഴി അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആയനെ ഒരു കോൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് അദ്ദേഹം ചെയ്യാതിരുന്നത് കോൺഗ്രസിന്റെ ഐഡിയോളജിയോട് അലൈൻ ചെയ്യുന്ന ആളാണ് ശശി തരൂർ എന്നുള്ളതുകൊണ്ടാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, കോൺഗ്രസിന്റെ അടിയോടെ അവിടെ കിട്ടെ. ഈ 100 ശശി തരൂരുമാരെ നിഷ്പ്രയാസം ബി.ജെ.പിക്ക് കിട്ടും. 100 ശശി തരൂരുമാരിൽ ഒരാളാകാനായി ശശി തരൂരിന് പറ്റും അവിടെ. അതാണ് അവിടുത്തെ വിഷയം. ബി.ജെ.പിയിൽ ചെന്നാൽ 100 ശശി തരൂരുമാരിൽ ഒരാളാണ് ശശി തരൂർ. നിർമ്മല സീതാരാമന്റെ കൂടെ, ജയശങ്കർ കൂടെ, അതുപോലെ 100 പേര് ബി.ജെ.പിയുടെ ഉണ്ട്. അതിൽ ഒരാളാണ് ശശി തരൂർ. 100 പേരിൽ ഒരാളാണ്. പക്ഷേ സ്റ്റേച്ചറുള്ള നേതാവാണ് ശശി തരൂർ. ഒരു കോസ്മോപൊളിറ്റൻ നേതാവ് എന്ന് വിശേഷിപ്പിക്കാം, വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കാം. ഈ പറഞ്ഞ ഏത് പേരുകാരെക്കാളും സ്റ്റേച്ചറുള്ള നേതാവാണ് ശശി തരൂർ. അതുകൊണ്ടാണല്ലോ ബി.ജെ.പി അദ്ദേഹത്തിന്റെ പുറകെ നടന്നതും. ഈ വിശ്വപൗരനൊക്കെ മലയാളി ഉണ്ടാക്കിയതാണ്. ഈ വിശ്വപൗരനൊക്കെ മലയാളി കൊടുത്ത നരേഷനാണ്. നോർത്ത് ഇന്ത്യ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് നോക്കും, ബോംബെയിൽ, ഡൽഹിയിൽ ശശി തരൂരിന് കിട്ടുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏത് കോളേജിൽ പോയാലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിലോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയാലോ അദ്ദേഹത്തിന്റെ കിട്ടുന്ന ഒരു ഓറ, അദ്ദേഹത്തിന്റെ പിന്തുണ, ഇതൊക്കെ നമുക്ക് അങ്ങനെ നിരാകരിക്കാൻ കഴിയില്ല.